ഇന്ന് ഇസ്രായേൽ ദൈവമായിട്ട് കണ്ടത് സർവശക്തനായ ഏൽ എന്ന ദൈവത്തെയാണ്. ബാക്കിയുള്ളവർ ദൈവമായിട്ട് കണ്ടത് ഏൽ അല്ല, ഏലിനെ അല്ല, ഏൽ എന്ന ദൈവത്തെ അല്ല. അപ്പൊ പറയും കനാന്യ ദേവനെയും ഏലെന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ കാരണം എന്താ പറയുക, കനാന്യരാരാ? നോഹയുടെ മക്കളുമാണ് രക്ഷപ്പെട്ടത്. നോഹ ഭാര്യ, മക്കളുടെ ഭാര്യ, ഈ 8 പേരാണ് ആകെ ജലപ്രളയത്തിന് രക്ഷപ്പെട്ടു. ഈ 8 പേർക്ക് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആരാ? ഏൽ എന്നൊരു ദൈവത്തെ 8 പേർക്ക് അറിയത്തുള്ളൂ. ഇതിലെ രണ്ടാമത്തെ മോനാണ് ഷേം, ഹാം, യാഫത്ത്. രണ്ടാമത്തെ മോനാണ് ഹാം. ഹാമിന്റെ മകനാണ് കനാൻ. ഈ കനാനും അറിയാവുന്ന ഒരു ദൈവമുണ്ട് ഏൽ. കനാന്റെ സന്തതി പരമ്പരകളെയാണ് കനാൻ ദേശത്ത് ജീവിച്ചിരുന്ന കനാന്യർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കനാന്യരെ സംബന്ധിച്ചിടത്തോളം അവര് തലമുറകൾ കഴിഞ്ഞപ്പോ ഈ ഒരു ഏൽ എന്നൊരു സുപ്രീം ഗോഡ് ഉണ്ടെന്നറിയാം. ദൈവത്തിന്റെ സന്നിധിയിൽ എലോഹിമുകൾ, ദൂതന്മാരുണ്ടെന്നും അറിയാം. ഇവര് കഥകൾ ഉണ്ടാക്കി വന്നപ്പോ എലോഹിമുകളൊക്കെ ഏലിന്റെ മക്കളാണ്. ഭാര്യ വേണം, മനുഷ്യർക്ക് ഭാര്യ ഉണ്ടായാലേ മക്കളുണ്ടാവുള്ളൂ. അപ്പൊ ഇവരുടെ കോൺസെപ്റ്റിൽ ഏലിനൊരു ഭാര്യയെ ഉണ്ടാക്കി കൊടുത്ത അഷേറ. അപ്പൊ ഏലിന് അഷേറ എന്ന ഭാര്യയില് മക്കള് ഉണ്ടായതാണ് ഈ പറയുന്ന എലോഹിമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കനാൻ ദേശക്കാരെ കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടാക്കി ഒരു വലിയ പുരാണമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇതാണ് കനാന്യ ഏൽ. അല്ലാതെ ആ കാലഘട്ടത്തിലാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നത് ഞാനാണ് ഏൽ എല്യോൻ, അത്യുന്നതനായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ അടുക്കല് ദൈവം എന്ന്. എനിക്ക് ഭാര്യയും മക്കളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല അബ്രഹാമിന്റെ അടുക്കല് ദൈവം പ്രത്യക്ഷമായത്. അപ്പൊ അത്യുന്നതനായ ഏല് അപ്പോഴും ഉണ്ട്. ഏലിനെ കുറിച്ചൊരു കഥയുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഏലല്ലാതാവുന്നില്ല. ഇപ്പോ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. നാളെ ഏതെങ്കിലും കുറെ ആളുകൾ വന്നിട്ട് അല്ലാഹുവിനൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കഥകൾ ഉണ്ടാക്കിയാൽ അല്ലാഹുവിന് ഭാര്യ ഉണ്ടാവുമോ? ഇല്ല. അല്ലാഹുവിന് മക്കളുണ്ടാവുമോ? ഇല്ല. അത് കഥകൾ ഉണ്ടാക്കി, ഒരു വ്യാജ കഥകൾ ഉണ്ടാക്കി അവരൊരു സമൂഹമായ ആ സമൂഹം അങ്ങനെ പഠിക്കുമായിരിക്കാം. പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. നാളെ ഏതെങ്കിലും കുറെ ആളുകൾ വന്നിട്ട് അല്ലാഹുവിനൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കഥകൾ ഉണ്ടാക്കിയാൽ അല്ലാഹുവിന് ഭാര്യ ഉണ്ടാവുമോ? ഇല്ല. അല്ലാഹുവിന് മക്കളുണ്ടാവുമോ? ഇല്ല. അത് കഥകൾ ഉണ്ടാക്കി, ഒരു വ്യാജ കഥകൾ ഉണ്ടാക്കി അവരൊരു സമൂഹമായ ആ സമൂഹം അങ്ങനെ പഠിക്കുമായിരിക്കാം. പക്ഷെ എന്നുവെച്ചാൽ അല്ലാഹുവിന് ഇതൊന്നും ബാധകമല്ലല്ലോ. ഇതുപോലെ ഏലെന്ന ദൈവത്തിന് കനാന്യരുണ്ടാക്കിയ കഥകൾ ദൈവത്തിന് ബാധകമല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോഴാണ് കനാന്യ ഏലിന്റെ പ്രശ്നം തീരുന്നത്. ഓക്കെ.